102ാമത്തെ വയസ്സിലാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയാകുന്നത്. ഏറ്റവും തലയെടുപ്പുള്ള ഒരു നൂറ്റാണ്ടിലേക്കാണ് അത്യത്ഭുതത്തോടെ ഈ ചരിത്രം, ഈ വർത്തമാനം നോക്കി നിൽക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിനൊരു ചരിത്രമുണ്ടോ? ഉണ്ട്. കേരളത്തിന്റെ നവോത്ഥാനത്തിനൊരു ചരിത്രമുണ്ടോ? ഉണ്ട്. അത് വി.എസ്. അച്യുതാനന്ദന്റെ ജീവചരിത്രമാണ്. ജനിച്ച ജീവിച്ച കാലത്തിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളോട്, അടിസ്ഥാന വർഗത്തിന്റെ അവകാശങ്ങളോട് നീതി പുലർത്തിയ ജീവചരിത്രമാണ് വി എസ് എന്ന രണ്ട് വാക്കുകൊണ്ട് ഒരു വലിയ അഗ്നിശിഖയായി ആയിരങ്ങളിലേക്ക് അവന്റെ അവകാശങ്ങളിലേക്ക് ആളിപ്പടർന്ന കാലഘട്ടത്തിന്റെ പേരാണ് വി.എസ്. അച്യുതാനന്ദൻ. ഓർമ്മയാകുന്ന ഇടത്ത് ഒരു തലമുറ ദാ കണ്ണേ കരളെ വി.എസ്. എന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച വിശ്വാസമാണ് വി.എസ്. അച്യുതാനന്ദൻ. ആ വിശ്വാസത്തിന്റെ രൂപമാണ് ഇന്ന് ജനസഹസ്രങ്ങളായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ആർത്തലച്ചെത്തുന്നത്. അവർക്കെല്ലാം ആഗ്രഹം ഒരു നോക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, തങ്ങളെ വഴി നയിച്ച നേതാവിനെ ഒരു നോക്ക് കാണുക, അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നതാണ്. ലാൽ സലാം സഖാവേ, ധീരസഖാവേ എന്ന ഉറച്ച ശബ്ദത്തോടുകൂടി ആകാശത്തേക്ക് മുഷ്ടികൾ ചുറ്റി പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അണികൾക്കിടയിലേക്ക്, മനുഷ്യർക്കിടയിലേക്കുമാണ് വി.എസ്. അവസാനമായി എത്തുന്നത്. ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെ വ്യക്തമാക്കുന്നു. നാളെയുള്ള വിലാപയാത്രയടക്കം വഴിയിലുടനീളം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ജനസാഗരമായി. നെഞ്ചു തൊട്ടു വി.എസ്. വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം ഏറ്റു വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയ ആദർശങ്ങളോട് ചേർന്ന് നിന്ന ഒരു വലിയ തലമുറ, ഏതാണ്ട് 10-70 വർഷക്കാലം നോക്കൂ, 40കളിൽ മുതൽ ഇങ്ങോട്ട് വി.എസ്. അച്യുതാനന്ദന്റെ പാർട്ടിയുമായി ചേർന്ന് നിന്ന ചരിത്രം പോലുമില്ല കേരളത്തിലെ തലയെടുപ്പുള്ള ഇന്നത്തെ നേതാക്കളുടെ മൊത്തം പ്രായത്തിന് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അദ്ദേഹം കണ്ട ചരിത്രം, അദ്ദേഹം കണ്ട ജീവിതങ്ങൾ, അദ്ദേഹം ചേർത്തു പിടിച്ച് ഇല്ലാതെ പോയ മനുഷ്യർ, അവരെല്ലാവരുമാണ് വി.എസ്. അച്യുതാനന്ദനെ ഒരു വലിയ പ്രതിരോധ കോട്ടയായി കേരള രാഷ്ട്രീയത്തിൽ ഉടച്ചു വാർത്തെടുത്തത്. അവരോട് ചേർന്നു നിന്നാണ് വിശപ്പിനെ ഏറ്റവും വലിയ ശത്രുവായി കണ്ട ഒരു കാലഘട്ടമുണ്ട്. അന്നും മുഷ്ടി ചുരുട്ടി വിളിച്ച് മുദ്രാവാക്യം കേട്ട് സഖാവേ എന്ന് ആലപ്പുഴയിലെ തൊഴിലാളികൾ വിളിക്കുന്നത് കേട്ടാൽ എനിക്ക് വിശപ്പില്ല എന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെ വീണ്ടെടുക്കുന്ന ഓർമ്മകളിലേക്കാണ് കേരളം ഒരൊറ്റ നിമിഷം കൊണ്ട് വി.എസ്. ഇനിയില്ല എന്ന വാർത്തയെത്തുന്ന സമയത്ത് മുക്കുകുത്തി വീഴുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് വി.എസ്. നമ്മളിൽ നിന്ന് അകന്നുപോയത്, അല്ലെങ്കിൽ നിശബ്ദനായി പോയത്. പക്ഷേ അതുവരെയുള്ള കാലം, ഒരുപക്ഷെ ഏറ്റവും പ്രായമേറിയ സമയത്ത് മുഖ്യമന്ത്രിയാകുമ്പോൾ പോലും അന്നത്തെ ഒരു 30-കാരൻ്റെയോ 25-കാരൻ്റെ അതേ ആർജവത്തോടെ, ഊർജ്ജസ്വലതയോടെ രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുക, താൻ വഹിക്കുന്ന പദവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക. അതൊരുപക്ഷെ ഒരു മുഖ്യമന്ത്രിയും കാലെടുത്ത് വയ്ക്കാത്ത നിലയിൽ, അല്ലെങ്കിൽ ചെയ്യാത്ത രീതിയിൽ വളരെ സജീവമായി ഒരു സമര പോരാളി എന്ന വണ്ണം അത് ഏത് മാഫിയക്കെതിരെയും പോരാടാൻ ഇറങ്ങിത്തിരിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു. വി.എസിൻ്റെ ചെറുപ്പത്തോട് മുട്ടാൻ ഇന്നും ഒരു ചെറുപ്പക്കാരനായ നേതാവ് ജനിച്ചിട്ടില്ല എന്നതാണ് സത്യം.